ഒരു ഗർഭം കലക്കി കിട്ടിയിരുന്നെങ്കിൽ. വെടിക്കെട്ടുകളുടെ രാജാവാണ് ഗർഭം കലക്കി എന്ന കതിന. ഈ കതിനയുടെ ഒരു പ്രത്യേകതയുണ്ട്. അത് ആരെയും കൊല്ലില്ല, പക്ഷെ ആ ശബ്ദം കേട്ടാൽ ഗർഭം കലങ്ങിപ്പോകുമെന്നാണ് പരമ്പരാഗതമായിട്ടുള്ള ഒരു വിശ്വാസം. അതായത് നാട്ടുമ്പുറത്തുകാർ പറയുന്ന ഈ കതിനയുടെ പേരാണ് ഗർഭം കലക്കി. ഉത്സവത്തിന് ഈ ഒരു ഗർഭം കലക്കി, ഉത്സവം പോട്ടെ, ഇനി വേറെ ഏതെങ്കിലും ആഘോഷത്തിന് വെടിക്കെട്ടുണ്ടെങ്കിൽ ഈ ഗർഭം കലക്കി ഒരെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവർ ചിതറി ഓടുമെന്ന് മാത്രമല്ല ചെവി വരെ അടിച്ചു പോകും. അത്രമാത്രം ശബ്ദമുള്ളതാണ് ഈ ഗർഭം കലക്കി. നമ്മുടെ പോലീസുകാർ ടിയർ ഗ്യാസ് ഷെൽ ഉപയോഗിക്കുമല്ലോ, ഒരു ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിക്കും, അതോടുകൂടി ടിയർ ഗ്യാസ് വരും, ഈ പ്രവർത്തകരാകെ തന്നെ ചിതറിയോടും, അല്ലെങ്കിൽ ആൾക്കൂട്ടമാകെ തന്നെ ചിതറിയോടും. അത്തരത്തിലുള്ള ഒരു ഗർഭം കലക്കി ഉണ്ടെങ്കിൽ ഈ കേരളത്തിലുള്ള കുറെ നശിച്ച പാർട്ടികളുണ്ട്, ആർക്കും വേണ്ടാത്ത പാർട്ടികൾ, ഇന്ത്യയിലുള്ള സകല പാർട്ടികളുടെയും ഘടകം കേരളത്തിലുണ്ട്. ഇനി കേരളത്തിൽ മാത്രമായിട്ടുള്ള പാർട്ടികളുണ്ട്. ഇതൊക്കെ ആരാണ്, എന്താണെന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ. നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ, അണികളെ കാണാനില്ല. ഒരു പഞ്ചായത്ത് വാർഡിൽ നിന്ന് ജയിക്കാൻ കഴിയാത്ത എത്രയോ പാർട്ടികളുണ്ട്. അവരൊക്കെ ഇപ്പോൾ മുന്നണി ഘടകകക്ഷികളായി LDFന്റെയും UDFന്റെയും ഘടകകക്ഷിയായി മന്ത്രിമാരായിട്ടുണ്ട്. ഇപ്പോഴും മന്ത്രിമാരായിട്ടുള്ള ആൾക്കാരുണ്ട്. RSPയിലെ ഷിബു ബേബി ജോർജിന്റെ പാർട്ടി അവിടെ ചവറയിലല്ലാതെ വേറെ എവിടെ നിന്നാൽ വിജയിക്കും? ഒന്ന് വിജയിച്ച് കാണിക്കാമോ? ഏതെങ്കിലും കാസർകോട്ടെ ഒരു RSP എന്ന് പറയുന്ന ഒരു പാർട്ടി കാസർകോട്ടെ ഒരു പഞ്ചായത്ത് വാർഡിൽ നിന്നുകൊണ്ട് ആരുടെയും പിന്തുണയില്ലാതെ ഒറ്റയ്ക്കൊന്ന് ജയിച്ച് കാണിക്കാമോ എന്ന് ചോദിച്ചാൽ ഷിബു ബേബി ജോർജ് പറയും പറ്റില്ല. അതേപോലെ തന്നെ കോൺഗ്രസ് കടന്നപ്പള്ളി രാമേന്ദ്രൻ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് വാർഡിൽ നിന്ന് ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്കൊന്ന് ജയിച്ചു കഴിഞ്ഞു അദ്ദേഹവും ഇപ്പോഴും എനിക്ക് പറ്റത്തില്ല എന്ന് പറയും. കാരണം ഇതിലെല്ലാം നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. ഭരണം കിട്ടുമ്പോൾ ചുറ്റിക്കൂടുന്ന കുറെ അണികൾ മാത്രമേ ഇവർക്കുള്ളൂ. ഇത്തരത്തിലുള്ള 100 കണക്കിന് പാർട്ടിയാണ് കേരളത്തിലുള്ളത്. തൃണമൂലുണ്ട്, RSP ഉണ്ട്, RJD ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, പിന്നെ നമ്മൾ കേൾക്കാത്ത എന്തൊക്കെയോ പാർട്ടികൾ കേരളത്തിലുണ്ട്. ഇവരൊക്കെ തന്നെ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. പറഞ്ഞു വരുന്നത് NCP എന്ന് പറയുന്ന ഒരു പാർട്ടി നമുക്കറിയാമല്ലോ, അത് പിളർന്നു. ആകെ 2-3 പേരേ ഉള്ളൂ. അവര് പിളർന്നിരിക്കുകയാണ് ഇപ്പോൾ. അത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. എങ്ങനെയാണ് പിളർന്നത്? NCP എന്ന് പറയുന്നത് ശരത് പവാറിന്റെ പാർട്ടിയാണ്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. അതാണ് അതിന്റെ ഫുൾ ഫോം, മറക്കരുത്, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി. ഈ പാർട്ടിയുടെ നേതാവാണല്ലോ PC ചാക്കോ, പഴയ കോൺഗ്രസ്സുകാരൻ. അദ്ദേഹം NCPയിലേക്ക്, നേരത്തെ അദ്ദേഹം NCPക്കാരനായിരുന്നു, പിന്നീട് കോൺഗ്രസ് വന്നു, ചുറ്റിക്കളിച്ച് വീണ്ടും NCP തന്നെ വന്നു. ഈ PC ചാക്കോ വന്നിട്ട് PM സുരേഷ് ബാബുവിനെ NCPയുടെ സംസ്ഥാന അധ്യക്ഷനാക്കി. അതോടുകൂടി ഈ NCP പിളർന്നു. എന്ന് പിളർന്നാണെന്ന് ചോദിക്കരുത്, നമുക്കറിയില്ല, ഇവർക്കൊക്കെ മാത്രം അറിയുന്ന കാര്യമാണ്. എന്നോ പിളർന്നു എന്നങ്ങ് സങ്കല്പിക്കുക, യഥാർത്ഥത്തിൽ പിളർന്നിട്ടുണ്ട്. അങ്ങനെ ഈ PC ചാക്കോയും PM സുരേഷ് ബാബുവും കൂടി ചേർന്നിട്ട് നാഷണലിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടി, ഞങ്ങളാണ് ഒറിജിനൽ, ഞങ്ങളാണ് ശരത് പവാറിന്റെ യഥാർത്ഥ അനുകൂലികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ഭാഗത്ത് നിൽക്കുകയാണ്. LDFിലെ ഘടകകക്ഷിയാണല്ലോ NCP. അവരങ്ങനെ ഒരു ഭാഗത്ത് PM സുരേഷ് ബാബുവും PC ചാക്കോയും കൂടി ഒരു ഭാഗത്ത് നിൽക്കുന്നു. പിളർന്ന് മറ്റ് ആരൊക്കെയാണ്? AK ശശീന്ദ്രൻ, മുൻ മന്ത്രിയായിരുന്നല്ലോ അദ്ദേഹം, പിണറായി വിജയന്റെ വിശ്വസ്തനാണ്. പിന്നീട് ഒരാൾ കൂടിയുണ്ട്, തോമസ് K തോമസ്, അതും പിണറായി വിജയന്റെ അടുത്തയാളാണ്. അപ്പോൾ അവരുണ്ടാക്കിയ പാർട്ടിയുടെ പേരാണ് നാഷണൽ കോൺഗ്രസ് പാർട്ടി. അപ്പോൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുണ്ട്. പിളർന്നപ്പോൾ എന്താണ് ഉണ്ടായത്? ശശീന്ദ്രനും തോമസ് K തോമസും ഉണ്ടാക്കിയ പാർട്ടിയുടെ പേരാണ് നാഷണൽ കോൺഗ്രസ് പാർട്ടി. അവിടെ ഒരു ഇസ്റ്റ് ഇല്ല, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ആർക്കും അണികളില്ല, നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ. അണികളുണ്ടെങ്കിൽ, അധികാരമുണ്ടെങ്കിൽ ചുറ്റിപ്പറ്റി ഈ പെട്ടിയെടുപ്പുകാരൊക്കെ കൂടെ വരുമെന്നതിനപ്പുറത്തേക്ക് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇപ്പൊ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് LDFന്റെ യോഗമാണ്. അപ്പോൾ ഇതിലെ 2 പേരെ ആരെ ക്ഷണിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ LDFനുണ്ടായി. നമുക്കറിയാമല്ലോ, LDFന്റെ യോഗം ചേരുമ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് 2 പേരാണ് അവിടെ വരിക. ആ മുന്നണി യോഗത്തിൽ 2 പേരാണ്. ഇപ്പോൾ CPIയുടെ 2 പേര് വരും, അതേപോലെ മറ്റ് ഘടകകക്ഷികളിലെ RJDയിലെ 2 പേർ വരും. അങ്ങനെയാണ് LDFന്റെ ഒരു പൊതുരീതി. 2 പേർ ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് മുന്നണി യോഗത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഇന്ന് ചേരുന്ന മുന്നണി യോഗത്തിൽ ഈ NCPയും, അതായത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും നാഷണൽ കോൺഗ്രസ് പാർട്ടിയും ഒരുമിച്ച് പങ്കെടുക്കുന്നു. ഇതാണ് LDFന്റെ ഒരുപക്ഷെ ചരിത്രത്തിലെ ആദ്യമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം, 3 പേർ ഒരു പാർട്ടിയിൽ നിന്ന് വരുന്നത്. അതായത് ഒരു പാർട്ടി 2ആയിട്ട് പിളർന്നു.
ആ പിളർന്ന രണ്ട് പാർട്ടിയെയും പ്രതിനിധീകരിച്ചുകൊണ്ട് PM സുരേഷ് ബാബു ഇന്നത്തെ മുന്നണി യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നത്. അതേപോലെ തന്നെ AK ശശീന്ദ്രനും തോമസ് കെ തോമസും ഇന്നത്തെ LDF യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് പ്രശ്നം ഇവരുടെ? ആരാണ് ഒറിജിനൽ എന്നുള്ള കാര്യം പരസ്പരം വാദിച്ച് ഇന്ന് പിണറായി വിജയനാണല്ലോ എല്ലാം, ഇതിന്റെ വാദിയും പ്രതിയും എല്ലാം പിണറായി വിജയനാണ്. LDFും പിണറായി വിജയനാണ്, CPM പിണറായി വിജയനാണ്, കേന്ദ്ര കമ്മിറ്റിയും പിണറായി വിജയനാണ്, പോളിറ്റ് ബ്യൂറോയും പിണറായി വിജയനാണ്. അപ്പോൾ ഈ പിണറായി വിജയന്റെ അടുപ്പക്കാരെന്ന നിലയിൽ ഈ AK ശശീന്ദ്രനും തോമസും വിശ്വസിക്കുന്നത് പിണറായി ഞങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളായിരിക്കും ഒറിജിനൽ. അവരുടെ പാർട്ടി, അതായത് നാഷണൽ കോൺഗ്രസ് പാർട്ടി, AK ശശീന്ദ്രന്റെയും തോമസ് കെ തോമസിന്റെയും ഈ നാഷണൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇതുവരെ രജിസ്ട്രേഷൻ പോലും കിട്ടിയിട്ടില്ല എന്ന് ഓർക്കണം. അങ്ങനെയുള്ള ഒരു പാർട്ടിയാണ് ഇവിടെ വരുന്നത്. അവർക്ക് ആകെ ബലം എന്ന് പറയുന്നത് പിണറായി വിജയനുമായുള്ള സൗഹൃദമാണ്. അപ്പോൾ ആ സൗഹൃദം വെച്ചുകൊണ്ട് LDFിലെ യഥാർത്ഥ പാർട്ടിയായി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന തങ്ങളുടെ പഴയ ആ പാർട്ടി എന്ന നിലയിൽ തങ്ങളെ അംഗീകരിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് AK ശശീന്ദ്രനും തോമസ് കെ തോമസും LDF യോഗത്തിൽ പങ്കെടുക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഇവർ ചെയ്യുന്നുണ്ട്. അനാഥപ്പെട്ട് കിടക്കുന്ന വേറൊരു പാർട്ടി ഉണ്ടല്ലോ, കോൺഗ്രസ് എസ്, നേരത്തെ പറഞ്ഞ നമ്മുടെ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പാർട്ടി. അപ്പോൾ ഈ കോൺഗ്രസ് എസുമായിട്ട് AK ശശീന്ദ്രന്റെയും തോമസ് കെ തോമസിന്റെയും ഇതുവരെ രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ലാത്ത നാഷണൽ കോൺഗ്രസ് പാർട്ടി ലയിക്കാനുള്ള ചർച്ച നടക്കുകയാണ്. അങ്ങനെ ഈ ഉടായ്പകൾ തമ്മിൽ ഒന്നിച്ച ശേഷം ശക്തി പ്രാപിക്കും എന്നാണ് AK ശശീന്ദ്രനും തോമസ് കെ തോമസും മുന്നോട്ട് വയ്ക്കുന്ന വാദം. എന്ത് ശക്തി? ഇവരൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞു വരുന്ന കാര്യത്തിൽ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, അതായത് NCP പിളർന്നു നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്ന് PM സുരേഷ് ബാബുവും PC ചാക്കോയും നയിക്കുന്ന ഒരു വിഭാഗം, നാഷണൽ കോൺഗ്രസ് പാർട്ടി എന്ന പേരിൽ AK ശശീന്ദ്രനും തോമസ് കെ തോമസും നയിക്കുന്ന ഒരു വിഭാഗം. അങ്ങനെ ഇവർ രണ്ടുപേരുടെ ഉദ്ദേശം പിണറായി വിജയനും മുമ്പിൽ ശക്തി തെളിയിക്കുക, ഞങ്ങളാണ് ഒറിജിനൽ എന്ന് തെളിയിക്കുക. പിണറായി വിജയനാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. ആരാണ് ഒറിജിനൽ? ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത ശശീന്ദ്രന്റെ നാഷണൽ കോൺഗ്രസ് പാർട്ടിയാണോ ഒറിജിനൽ, അതോ ശരത് പവാറിന്റെ ഒപ്പം നിൽക്കുന്ന PM സുരേഷ് ബാബുവിന്റെ പാർട്ടിയാണോ ഒറിജിനൽ? സാധാരണഗതിയിൽ മുന്നണി യോഗം എന്ന് വെച്ചാൽ CPM ആണല്ലോ. CPM അംഗീകരിക്കുന്നത് എപ്പോഴും ദേശീയ നേതൃത്വത്തോട് ഒട്ടി നിൽക്കുന്ന, അവരോട് ചേർന്ന് നിൽക്കുന്ന, അവരുടെ ഭാഗമായിട്ടുള്ള സംസ്ഥാന ഘടകത്തെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ PM സുരേഷ് ബാബു ഒന്നും ഈ പറയുന്നത് പോലെ AK ശശീന്ദ്രനെ പോലെയും തോമസ് കെ തോമസിനെ പോലെയൊന്നും നാട്ടുകാർ അറിയുന്ന ആൾക്കാരല്ല. അവർക്ക് മന്ത്രി ആയതുകൊണ്ട്, മന്ത്രിയും മറ്റ് സ്ഥാനം വഹിച്ചത് കൊണ്ടാണ് അവരെയൊക്കെ അറിയപ്പെടുന്നത്. ഈ PM സുരേഷ് ബാബുവിനെയൊക്കെ ആരറിയാനാണ്? അപ്പോൾ പക്ഷെ അദ്ദേഹമാണ് ഈ പറയുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ NCPയുടെ ഒറിജിനൽ ആള്, ദേശീയ നേതൃത്വത്തിന്റെ ഘടകകക്ഷി അദ്ദേഹമാണ്. അപ്പോൾ അവരെ അംഗീകരിക്കുമോ? ഈ ശശീന്ദ്രന്റെ ഇതുവരെ രജിസ്ട്രേഷൻ കിട്ടാത്ത നാഷണൽ കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുമോ എന്നുള്ളതാണ്. ഇതിനകത്തൊരു തീർപ്പ് കൽപ്പിക്കുന്നത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ ശശീന്ദ്രനും തോമസ് കെ തോമസുമാണ് ഒറിജിനൽ. ഇനി പിണറായി വിജയൻ അംഗീകരിച്ചില്ലെങ്കിൽ ഇവരാണ് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ തുടങ്ങി വെച്ചത് എന്താണ്? ഗർഭം കലക്കി കതിന ഉണ്ടെങ്കിൽ ഒരു ആൾക്കൂട്ടം ചിന്നിച്ചിതറി ഓടും. അതേപോലെ ഈ പറയുന്ന ഈ ഞഞ്ഞ വിഞ്ഞ അത് 4-5 പേരുള്ള നേതാക്കന്മാർ കൂടിയിരുന്ന് വട്ടം ഇരുന്ന് കാപ്പി കുടിച്ച് പിരിയുന്ന ഇത്തരം പാർട്ടികളൊക്കെ ഈ ഗർഭം കലക്കി വെച്ചിട്ട് ഓടിക്കണം, അല്ലാതെ വേറെ മാർഗം. ഇതൊക്കെ പുതിയ ശല്യങ്ങളാണെന്നേ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.